നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മുറുകെ പിടിച്ചോണേ, ഗട്ടറുള്ളതാ. പിന്നെ ഞാൻ ചാടിച്ചോന്നും പറയരുത്. ഇത് അരമണിക്കൂറല്ലേ, ഇത് അതിന് കൂടുതൽ സമയം എടുക്കുമെന്ന് എനിക്ക് തോന്നണേ. ടയർ അയക്കണം, ചെപ്പിന് ഇടണം, പിന്നെ അയക്കണം, പിന്നെ ഇടണം. സമയെടുക്കും. സമയം എടുക്കും. എന്നാ പിന്നെ ഞാൻ പോവാം. പോവാ. എന്റെ വണ്ടി പോവാം. കാറിന്റെ ടയർ പഞ്ചറായി. ഓ, വണ്ടി ഒന്ന് നിർത്തിക്കേ, 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 വണ്ടി നിർത്ത്. എന്താ? എന്റെ അമ്മേ, എന്താ ഈ കാണിക്കുന്നേ? ഞാനല്ലല്ലോ കാണിച്ചത് താനല്ലേ. അതല്ല, അത് പിന്നെ ഇങ്ങനെ ഗട്ടറിൽ വീണ ബാലൻസ് കിട്ടണ്ടേ, അതുകൊണ്ടാ പിടിച്ചത്. പിടിച്ചതൊക്കെ അതിലെനിക്ക് പരാതിയൊന്നുമില്ല. പക്ഷെ ഗട്ടറുണ്ടാക്കിയത് ഞാനൊന്നുമില്ല. അതിനെ കളക്ടർ ജോയിൻ ചെയ്യേണ്ടതേ ഇവിടുത്തെ എന്തത് പൊതുമരാമത്ത് വകുപ്പിനോടാ. അതൊക്കെ ഞാൻ ചോദിച്ചോളാം. ആ വണ്ടി ഒന്ന് എടുക്കൂ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉള്ളതാ. പെട്ടെന്ന് എത്തിക്കുമെന്ന് വിചാരിച്ച ഞാൻ ബൈക്കിൽ കയറാൻ തയ്യാറായത് തന്നെ. വിഷ്ണുട്ടാ, അതെ, ഒരു കാര്യം അറിഞ്ഞാലേ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. കളക്ടറേറ്റിൽ മീറ്റിംഗിന് പോണെങ്കിൽ ഒരല്പം സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഗട്ടറുള്ള റോഡാ, പിന്നെ സ്പീഡിൽ പോകുമ്പോ ചാടിന്നും ചെരിഞ്ഞൂന്നൊക്കെ വരും. പിന്നെ ചെറിയാൻ ഇതെന്താ കെട്ടുവെള്ളം വല്ലതുമാണോ? ആ പറഞ്ഞ ഞാൻ കേട്ടു. നല്ല അന്തസ്സായിട്ട് കെട്ടിയത് കൊണ്ട് തന്നെയാണ് ബൈക്ക് കയറ്റി കൊണ്ടുവന്നത്. അയ്യേ, പോ. കെട്ടിയതാണോ നല്ല കെട്ടുവെള്ളമാണോന്നാ ചോദിച്ചത്. ഓ, അല്ല, ഈ ഓടിക്കുമ്പോഴേ ചരിയും മറിയും എന്നൊക്കെ പറയണത് കേട്ടു, അതുകൊണ്ട്. അല്ല, ഞാനിപ്പോ എന്താ വേണ്ടേ? വണ്ടി എടുക്കണോ അതോ വേണ്ടേ? എടുക്ക്, ഇവിടുന്ന് എങ്ങനെയെങ്കിലും പോണല്ലോ. ഇടയ്ക്കൊക്കെ നിങ്ങൾ അധികാര കസേരയിൽ ഇരിക്കുന്നവരെ ഇതുപോലെ പാവങ്ങളുടെ വാഹനമായ ബൈക്കിലും സൈക്കിളിലും ഒക്കെ സഞ്ചരിക്കണം. എന്നാലേ ഇവിടുത്തെ റോഡിന്റെ ഒക്കെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ല, കളക്ടറിന്റെ വർത്താനം കേട്ടാ തോന്നും ഞാൻ ഇന്നലെ രാത്രി വന്നിട്ട് ഇവിടെ മൊത്തം കുഴിയെടുത്ത് വെച്ചാന്ന്. ആരുണ്ട് ഇന്നലെ രാത്രി കുഴി എടുത്ത് വെച്ചിട്ട് രാവിലെ ബൈക്കും കൊണ്ടുവന്നേന്ന്? അതും ഞാൻ കിട്ടു, പറയട്ടെ? ഒന്നും പറയണ്ട, ഈ വണ്ടി ഒന്ന് എടുക്കൂ പ്ലീസ്.
ഒരു മിനിറ്റ്. ആവശ്യമുള്ള സമയത്ത് സ്റ്റാർട്ട് ആവില്ല. ഈശ്വര, കുഴഞ്ഞോ? പെട്രോൾ അടിച്ചായിരുന്നാ? പെട്രോളും അടിച്ചില്ലേ? അല്ല, ശ്ശ്, ഇവിടെ അടുത്തൊന്നും പമ്പില്ല. ആ, ആ, കണ്ടില്ലേ ജനങ്ങൾക്ക് എന്തൊക്കെയാ വേണ്ടെന്ന് കളക്ടർ നേരിട്ട് മനസ്സിലാക്കിയത് കണ്ടില്ലേ? ആ, ഓ, എല്ലാത്തിനും എന്റെ വണ്ടി തന്നെ വേണ്ടി വന്നല്ലോ എന്ന് ഓർക്കുമ്പോ മനസ്സിന് നല്ല സന്തോഷം. പിന്നെ ഈ ഭാഗത്ത് വല്ല പെട്രോളിന് വല്ല ടെൻഡർ പിടിച്ചേക്കിട്ടാ. മിക്കവാറും ഞാൻ ഇവിടുന്ന് ഒരു ക്യാബ് പിടിക്കാൻ സാധ്യതയുണ്ട്. സ്റ്റാർട്ടായി. കളക്ടർ മാഡം പറഞ്ഞു വണ്ടി കേട്ടെന്ന് തോന്നുന്നു. പെട്ടെന്ന് സ്റ്റാർട്ടായത് കണ്ടില്ലേ? കയറിക്കോളൂ കയറിക്കോളൂ. വണ്ടിക്ക് അനുസരണയുണ്ട്, വണ്ടിക്കാരനല്ലേ അനുസരണ ഇല്ലാതുള്ളൂ. വണ്ടി ശരിയായി. കേറട്ടെ. പിന്നെ മുറുകെ പിടിച്ചോണേ, ഗട്ടറുള്ളതാ. പിന്നെ ഞാൻ ചാടിച്ചോന്നും പറയരുത്. അതെ, ഞാൻ ചോദിക്കണം എന്ന് കരുതിയൊരു കാര്യമുണ്ട്, ചോദിക്കട്ടെ? ചോദിക്ക്. അതെ, ഒരു ഗട്ടർ വരുന്നുണ്ട്, മുറുകെ പിടിച്ചോ. ഇനി ഞാൻ പറഞ്ഞില്ലെന്ന് പറയരുത്. പറയരുത്. ഇപ്പൊ ഒരു സുഖമുണ്ട്. എന്തോ? അല്ല, ആ ഗട്ടർ ചാടി കഴിഞ്ഞപ്പോഴേ വണ്ടി നല്ല സ്മൂത്ത് ആയിട്ട് പോണ്ട്, നല്ല സുഖമുണ്ടേ. ഓ, ശരി ശരി, എന്തോ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താ? അത് പിന്നെ ഞാനിപ്പോ വീട്ടിൽ വന്നപ്പോഴേ ചെറിയൊരു പരിഭവം ഉണ്ടായിരുന്നല്ലോ ആ മുഖത്ത്. ചില കുത്തുവാക്കുകളോട് അത് പ്രകടിപ്പിച്ച് ഞാൻ ശ്രദ്ധിച്ചു. എന്തായിരുന്നു മനസ്സിലെ? അതിപ്പോഴും മനസ്സിലായില്ല അല്ലേ? അതെ, അതാണല്ലോ ചോദിച്ചത്. അത് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ, ജയിലിൽ നിന്ന് റിലീസ് ആവുന്നതിന്റെ പേരിൽ എനിക്കൊരു ട്രീറ്റ് തരുമെന്നും എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുമെന്നൊക്കെ ഞാൻ വെറുതെ ആഗ്രഹിച്ചു. അല്ല, മനസ്സിൽ ഇത്രയും റൊമാൻസ് ഒക്കെ ഉള്ള ആളല്ലേ. എന്റെ കൈ പിടിച്ച് അമ്മയ്ക്ക് മുന്നിൽ കൊണ്ടുപോയി നിർത്തി, ഇവൾ എന്റെ പെണ്ണ, ഇനി ഇവള് താമസിക്കുന്നത് എന്റെ ഒപ്പം ആയിരിക്കുമെന്ന് ചങ്കൂറ്റത്തോടെ പറയുന്നു ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. പക്ഷേ ഒന്നും ഉണ്ടായില്ല. അതിന്റെ ഒരു നീരസോ വന്നപ്പം മുഖത്തുണ്ടായത്. ഓഹോ, ഓ, അങ്ങനെയാണല്ലേ. ഇതെന്താ ബൈക്ക് നിർത്തി? പറയാം, ഇറങ്ങ് ഇറങ്ങ്. അല്ല, നീരസം മാറ്റിയിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിലേ ഉള്ളിലെ കുറ്റബോധം ഒന്ന് മാറിയെന്നെ. പെട്ടെന്ന് ബൈക്ക് സ്റ്റാർട്ടാക്കി എന്നെ കളക്ടർ ഓഫീസിൽ എത്തിക്ക്. ഇനിയിപ്പൊ അതും കൂടിയേ കേൾക്കാൻ ബാക്കിയുള്ളൂ. ബൈക്കിൽ കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ പ്രേമ നാടകമെന്ന് വെറുതെ ശത്രുക്കളെ കൊണ്ട് പറയിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.